ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. നമ്മളോടൊപ്പം ചേരുന്നത് ദിവ്യ സയ്യർ IAS ആണ്. നമസ്കാരം. നമസ്കാരം. വളരെ വലിയ രീതിയിലുള്ള ഒരു 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 പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള ഒരു തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു നിക്ഷേപ മാമാങ്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നു തോന്നുന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും വളരെ തിരക്കിട്ട് പോകുന്ന ആളുകളാണ്. ഒരുപാട് കൗതുകവും അതിലേറെ ഒരുപാട് പ്രതീക്ഷകളും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളെയാണ് ഞാനിപ്പോൾ ഇവിടെ കൂടുതലും കണ്ടത്. ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാൻ കഴിയുമോ? ഇവിടെ ഇപ്പോൾ ഇൻവെസ്റ്റ് കേരളയിൽ വന്നിരിക്കുന്ന ആളുകളുടെ നമ്മൾ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ്, ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്നാണ് അവർ വന്നിരിക്കുന്നതെന്നൊന്ന് നോക്കിയാൽ ശരിക്കും ഒരു ഭാരതത്തിൻ്റെ എന്ന് പറയാൻ സാധിക്കില്ല, ലോകത്തിൻ്റെ തന്നെ ഒരു പരിച്ഛേദമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനാകും. കാരണം ഞാനിപ്പോൾ ചെയർ ചെയ്ത ഒരു സെഷൻ സിംബാബ്വേയിൽ നിന്നുള്ള ഡെപ്യൂട്ടി മിനിസ്റ്റർ, അവരുടെ അംബാസഡറും ഒക്കെ പങ്കെടുത്ത ഒരു സെഷനിലായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓരോ ചർച്ചയിൽ നമ്മൾ പ്രവേശിച്ചാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില വ്യക്തിത്വങ്ങൾ, ചില കോണുകളിൽ, ചില മേഖലകളിൽ നിന്നുള്ള വ്യക്തിത്വങ്ങൾ അവിടെ വരുന്നുണ്ട്. ആ വ്യക്തികൾ വരുന്നു എന്നുള്ളതിനേക്കാളും പ്രധാനം അവർ കൊണ്ടുവരുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്, കൊണ്ടുവരുന്ന സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു സങ്കലനം ഓരോ വേദിയിലും, ഓരോ വിഷയാവതരണത്തിലും, ഓരോ ചർച്ചയിലും നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ നമ്മളിപ്പോൾ ഒരു 360 ഡിഗ്രി അസസ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സെഷനിൽ പങ്കെടുക്കുന്ന 4, 5, 6 പേർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ആ ഒരു മേഖലയുടെ ഓരോ തരത്തിലുള്ള സാധ്യതകളെയാണ് അവരുടെ അനുഭവ സമ്പത്തിൽ നിന്നും പങ്കിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതി രൂപീകരണത്തിനും ആ ആശയങ്ങളൊക്കെ പ്രാവർത്തികമാക്കുവാനായിട്ട് വളരെ ഒരു നിർണായകമായ കുറേ തീരുമാനങ്ങളും അതുപോലെ തന്നെ വാഗ്ദാനങ്ങളും ഒക്കെ ലഭിക്കുമെന്നുള്ളതാണ് നമ്മുടെയും പ്രതീക്ഷ. എന്നാലും അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുക, ഈ ഇൻവെസ്റ്റേഴ്സിൽ ഏത് മേഖലയിലുമായി ബന്ധപ്പെട്ടാണ് കൂടുതലും പേര്? എന്നോട് എനിക്ക് കാണേണ്ടതല്ലേ, ഞാൻ കാണും. അപ്പോൾ എന്നോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും വിഴിഞ്ഞത്തേക്ക് കണ്ണു നട്ടിരിക്കുന്നവരെയാണ് ഞാൻ കൂടുതൽ കാണുന്നത്. അപ്പോൾ അത് വിഴിഞ്ഞം എന്ന് പറയുമ്പോൾ ആ ഒരു പ്രദേശത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ വിഴിഞ്ഞം തുറമുഖം എന്നുള്ളത് ഇപ്പോൾ കേരള വികസനത്തിൻ്റെ ഒരു മുഖമുദ്രയായി ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ അത് ഒരുപാട് അവസരങ്ങൾക്കുള്ള, ഒരുപാട് സാധ്യതകൾക്കുള്ള വാതായനങ്ങൾ തുറക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൽ ഒരു ഹെലിപാഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരു പ്രപ്പോസലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ തുറമുഖവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടൊരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പം അതിൻ്റെ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കാത്ത പല നാനാ തുറകളിൽ നിന്നുള്ള വ്യക്തികൾ എങ്ങനെയാണ് അവരുടെ പ്രാഗൽഭ്യം തുറമുഖവുമായി ബന്ധപ്പെട്ട് പ്രാവർത്തികമാക്കാൻ സാധിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ള ഒരു സങ്കല്പം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കും വികസനത്തിൻ്റെ ഒരു മാതൃക. പക്ഷേ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള ആശയങ്ങൾ പുറമേ നിന്ന് നമുക്ക് ലഭിക്കുമ്പോഴാണ് ശരിക്കും ഞാൻ ഈ പറഞ്ഞ ഒരു 360 ഡിഗ്രി എന്നുള്ളത് പൂർണ്ണമാകുന്നത് എപ്പോഴും. അപ്പം ആ ഒരു പ്രക്രിയ ഇത്തരത്തിലുള്ള ഒരു സംഗമസ്ഥാനത്ത് മാത്രമേ നടക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും തുറമുഖവുമായി ബന്ധപ്പെട്ടും ഒപ്പം കുറച്ച് സ്റ്റാർട്ടപ്പുകളും ഒക്കെ കണ്ടായിരുന്നു. ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെയുള്ള സാധ്യതകൾ കൊണ്ടുവന്ന കുറച്ച് യുവാക്കളെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ പല മേഖലകളിൽ ഒരുപാട് കഴിവുണ്ട്, അവർക്ക് അനുഭവമുണ്ട് എന്നുള്ളതിനൊക്കെ കാലം അതിലേക്ക് ഒരു ആസക്തിയുള്ള വ്യക്തികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതാണ് ഇതിനെ ഏറ്റവും പരിപോഷിപ്പിക്കാൻ പോകുന്നത്. ഇതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ആസക്തി, ഒരു പാഷൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അപേക്ഷിച്ച് ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും റെഡിയാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത, അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ആ ഒരു വേദിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു എത്രയധികം ആളുകളാണ്, എത്രയധികം വ്യക്തിത്വങ്ങളാണ്. എല്ലാവരെയും ഒരുമിച്ച് ഒരു വേദിയിൽ ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ സാധാരണഗതിയിൽ നടക്കാത്തൊരു കാര്യമാണ്. അത് മാത്രമല്ല, വന്ന ഓരോ വ്യക്തിത്വങ്ങളും തീർച്ചയായിട്ടും കേരളം എന്തുകൊണ്ടാണ് വരും തലമുറകൾക്ക് നിക്ഷേപത്തിനും വ്യവസായത്തിനും ഒരു വലിയ കേന്ദ്രബിന്ദുവായി വളരാൻ പോകുന്നത് എന്നുള്ളത് എടുത്തു പറയുകയായിരുന്നു ഓരോ വ്യക്തിയുടെ പ്രസംഗവും നമ്മൾ കേൾക്കുകയാണെങ്കിൽ. അപ്പോൾ അത്രയധികം വിശ്വാസം, ആ ഒരു ഉറപ്പ് ഇവിടെ നിക്ഷേപിച്ചാൽ വ്യവസായകർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായും ഇത്രയധികം ഒരു പങ്കാളിത്തം നമുക്ക് കാണാൻ സാധിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിക്ഷേപ സൗഹൃദത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ച് കൂടി ഒരു വാക്ക് പറഞ്ഞു. കേരളത്തിൽ
നമ്മളിപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങളെല്ലാം തന്നെ സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള പരിഷ്കാരങ്ങളാണ് നമ്മൾ കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതിലാണ് നമുക്ക് പോയിൻറ്റ്സ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത് എപ്പോഴും അത് തന്നെ ആയിട്ടുണ്ട്. നമ്മുടെ ജനകീയാസൂത്രണവും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനങ്ങളിൽ നിന്നാണ് വികസനം ഉയർന്നു വരുന്നത് എന്നുള്ള ഒരു വീക്ഷണം കേരളത്തിൽ എപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും താഴെത്തട്ടിൽ നിന്നാണ് വികസനത്തിൻ്റെ മാതൃകകളും ഉരുത്തിരിഞ്ഞ് വരേണ്ടത് എന്നുള്ള അതേ ഒരു പ്രമേയത്തിൽ നിന്നുകൊണ്ടാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലും ഈ നിക്ഷേപ സൗഹൃദമാക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം സിറ്റിസൺ സെൻട്രിക് റിഫോംസ് എന്നുള്ളതിൽ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ പൗരന്മാർക്ക്, നമ്മുടെ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സൗഹൃദമായി തീർക്കുക എന്നുള്ളത് ആലോചിച്ചിട്ടാണ് നമ്മൾ ഏറ്റവും മുകളിലുള്ള ഈ നിക്ഷേപകൻ്റെ കാര്യം ശരിക്കും നമ്മൾ ഓർക്കുന്നത്. അത് ആ ഒരു മാതൃക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു മാതൃകയായിരിക്കും. അത് എല്ലാ കാര്യത്തിലും നമ്മൾ അങ്ങനെ ആയിരുന്നു ചെയ്തിരുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നമ്മുടെ വികേന്ദ്രീകരണം എന്നുള്ളത് നമ്മുടെയൊക്കെ രക്തത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നിട്ടുള്ളത് കൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു മേഖലയിൽ നിന്നും ഇനിയും തീർച്ചയായിട്ടും മുകളിലേക്ക് പോകുവാനും കൂടുതൽ മികവ് ആ ഒരു മേഖലയിൽ കൈപ്പറ്റുവാനും നമുക്ക് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ അതിനുള്ള ഒരു വഴിയൊരുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത്രയും നേരം ഞങ്ങളോട് ചെലവഴിച്ചതിന് വളരെയധികം നന്ദി.